ഹലോ, ലവ്ലി ദേവികയുടെ പുതിയൊരു അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മെമ്പേഴ്സ് ഒള്ളി ആയിട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ടെലഗ്രാമിലൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാവരും അതിന്റെ ടാബിലൊന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ അഡ്മിന് മെസ്സേജ് അയക്കണം കേട്ടോ. നല്ല സ്പൈസി സ്റ്റോറീസ് ആണ് നിങ്ങളെവിടെ കാത്തിരിക്കുന്നത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ കമന്റ് നോക്കുക കേട്ടോ. കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ദേവുവിനെ നേരിട്ട് കാണാൻ പോലും അവസരമുണ്ട്. അതൊന്നും മിസ്സാക്കല്ലേ. പിന്നെ മെമ്പർഷിപ്പ് എടുക്കാത്തവരും നമ്മുടെ ഗ്രൂപ്പിൽ, എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ദേവുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യില്ലേ. നമ്മുടെ ഈ സ്റ്റോറിയുടെ താഴെയായിട്ട് ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ഹൈപ്പും കൂടെ പ്രസ് ചെയ്ത് വേണം കേട്ടോ നിങ്ങളോടുള്ള ആ സ്നേഹം ഒന്ന് അറിയിക്കാൻ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് പുതിയ ഓരോ കഥകളും ഓരോ പ്ലാൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മുടെ ഇന്നത്തെ അടിപൊളി സ്റ്റോറി തുടങ്ങല്ലേ. വീട്ടിലെ ഉത്സവം എന്നാണ് നമ്മുടെ ഈ കഥയുടെ പേരിട്ടോ. നാട്ടിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. 15 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഉത്സവത്തിന്റെ അവസാന നാളുകളാണിപ്പോൾ. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മികച്ച കലാപരിപാടികളാ ഭക്തർക്കും പ്രദേശവാസികൾക്കുമായി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൗണിൽ നല്ല ജനത്തിരക്കുമുണ്ട്. എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ, ഞാൻ ആദർശ്. നാട്ടിൽ തന്നെയുള്ള ബാങ്കില് ബ്രാഞ്ച് മാനേജറായി വർക്ക് ചെയ്യുന്നു. 6 വർഷത്തോളമായി ഇപ്പൊ ഈ ബാങ്കിങ് മേഖലയിൽ എക്സ്പീരിയൻസുമുണ്ട്. ഇന്നലെ എന്റെ പിറന്നാളായിരുന്നു. 30ലേക്ക് കടന്നു. 2 വർഷം മുമ്പായിരുന്നു എന്റെ കല്യാണം. ഭാര്യയുടെ പേര് ആരതി. എനിക്കൊരു മോളുണ്ട്. മോൾക്ക് 1 വയസ്സാവുന്നു. വീട്ടിലാണെങ്കിൽ അച്ഛനമ്മ, വല്യമ്മ, അനിയത്തി, ഭാര്യ, പിന്നെ മോള് ഞാനും. നാളെ 2ാം ശനിയാഴ്ചയാ. ഇനിയുള്ള 2 ദിവസം അവധിയായതുകൊണ്ട് സ്വസ്ഥമായി റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഓഫീസിലെ പണിയെല്ലാം തീർത്ത് വൈകിട്ട് അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. വീട്ടിൽ ചെന്ന് ചെയ്തു തീർക്കാവുന്ന വർക്ക് കൂടെ ഇനിയുള്ളൂ. അതൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ടാവാന്ന് കരുതി ലാപ്പും തൂക്കി ഞാൻ ഇറങ്ങി. ആരതി നേരത്തെ വിളിച്ചിരുന്നു. വീട്ടിലെല്ലാവരും ഉത്സവത്തിന് പോകുന്നുണ്ടെന്ന് പറയാൻ. എന്നോട് കൂടെ വരുന്നോന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പോകാൻ കൂട്ടാക്കിയില്ല. ഉത്സവ സമാപന ദിവസമായ ഞായറാഴ്ചയെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. നേരം ഇരുട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ടൗൺ മുഴുവൻ ജനത്തിരക്ക്. ഒരു വിധത്തിലാ ബ്ലോക്കിൽ പെടാതെ രക്ഷപ്പെട്ട് വീട്ടിലെത്തിയേ. വണ്ടി പോർച്ചിൽ പാർക്ക് ചെയ്ത് സിറ്റ് ഔട്ടിലേക്ക് നോക്കുമ്പോഴാ ഒരാളെ കാണുന്നേ. അമ്മ. എന്റെ നെഞ്ച് സന്തോഷം കൊണ്ട് പടപടാ മിടിച്ചു. ഇന്ന് മാഡം ഉത്സവം കൂടാൻ പോയില്ലേ? ആദി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മാഡം കീടന്നൊന്നും വിളിക്കരുതെന്ന്. എന്റെ പൊന്നുമോൻ പിന്നെ പറഞ്ഞാലൊന്നും അനുസരിക്കില്ലല്ലോ. അയ്യോ സോറി മാഡം, ഇനി ആവർത്തിക്കില്ല. ഇങ്ങോട്ട് കയറി വാട ചെറുക്ക, നിന്നെ ഞാൻ ശരിയാക്കും. ഞാൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും വാങ്ങി അമ്മ മുമ്പിൽ നടന്നു. എന്റെ 2 കണ്ണുകളും പെട്ടെന്നൊരു ബിന്ദുവിലേക്ക് ശ്രദ്ധ തിരിച്ചു. മുന്നിൽ നടന്നു നീങ്ങുന്ന എന്റെ ദേവതയുടെ പിന്നിലെ ആ കുന്നുകളിൽ. ക്ഷണനേരം കൊണ്ട് തന്നെ എന്തെന്നില്ലാത്തൊരാവേശം എന്റെ ഉള്ളിൽ നിറഞ്ഞു. അമ്മ എന്താ അവരുടെ കൂടെ പോവാതിരുന്നേ? ഓ, ഞാൻ പോവാനിറങ്ങിയതായിരുന്നു. വല്ലാത്ത ക്ഷീണം തോന്നി. ഇനി അടുത്ത ദിവസം പോകുന്നുണ്ടല്ലോ, അപ്പൊ നിന്റെ കൂടെ വരാന്ന് കരുതി. അതേതായാലും നന്നായി. നമുക്കിവിടെ എന്തേലും മിണ്ടിയും പറഞ്ഞിരിക്കാലോ. ഇവിടെ ആരും ഉണ്ടാവില്ലെന്നോർത്ത് മൂഡ് ഓഫ് ആയിരുന്നു ഞാൻ. ഇപ്പൊ സമാധാനായി. എന്നാ മോൻ പോയി ഫ്രഷായി വാ, അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. റൂമിലേക്ക് പോകുമ്പോ ആരതിയുടെ കോള് വന്നു. രാത്രി ഏതോ ഒരു ബാലെ ക്ഷേത്ര സ്റ്റേജിൽ നടക്കുന്നുണ്ടത്രേ. അത് പുലർച്ചെയാവും കഴിയാൻ. അതിനുശേഷമേ മടങ്ങി വരൂന്ന് അവൾ പറഞ്ഞു. എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം അമ്മയും ഒത്തിരി രാത്രി മുഴുവൻ ചെലവിടുക എന്നത് എന്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇന്ന് എന്തെങ്കിലും നടക്കും, അല്ല നടത്തണം. ഞാൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാ ഉണ്ടായിരുന്നേ. എന്റെ അമ്മ അമ്പിളി, 51 വയസ്സായ സുന്ദരി. കാലം വരുത്തിവെച്ച ചില ചുളിവുകൾ മുഖത്തുണ്ടെന്നതൊഴിച്ചാല് ആരെയും കൊതിപ്പിക്കുന്നൊരു മുഖം. നല്ല സുന്ദരി എന്ന് പറഞ്ഞാല് ആകാരവടിവും കൂടി ഉണ്ട് കേട്ടോ.
എന്ത് പറഞ്ഞാലും ആ പ്രദേശവാസികളെല്ലാവരും കൊതിയോടെ നോക്കിപ്പോകുന്നൊരു ഭംഗിയുള്ള അടിപൊളി ആളാണ്. എന്നെ ഏറ്റവും കൂടുതൽ അമ്മയിൽ നിന്ന് ആകർഷിക്കുന്നത് ആ പിൻഭാഗത്തെ കുന്നുകൾ തന്നെ. ശരിക്കും പറഞ്ഞാല് അതിന്റെ വലുപ്പവും നടക്കുമ്പോഴുള്ള അനക്കവുമൊക്കെ ശരിക്കും എന്നെ മറ്റേതോ ലോകത്തെത്തിക്കാറുണ്ട്. അമ്മ വീട്ടില് പൊതുവെ നൈറ്റിയാ ഇടുന്നേ. +2 പഠിക്കുമ്പോൾ മുതലാ ഓരോ കുസൃതി പരിപാടികൾ തുടങ്ങിയത്. എനിക്ക് നന്നായി പഠിക്കുന്നത് കൊണ്ട് പഠിത്തം കുറച്ചുകൂടി എളുപ്പമാക്കാൻ അച്ഛനൊരു മൊബൈൽ വാങ്ങി തന്നു. അവിടുന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ആ പ്രായത്തിൻ്റെത് കൊണ്ട് ഫോണിൽ കണ്ടെത്താത്ത ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. കൂട്ടുകാർ ഓരോന്നിനും ഗുരുവായി. ഇഷ്ടപ്പെട്ട ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടുവച്ചു. പിന്നെ ഫോണിലായി പകുതി സമയത്തും. എന്ന് വെച്ച് പഠിത്തത്തിൽ ഉഴപ്പിയില്ല കേട്ടോ. ഓരോന്ന് കണ്ട് കണ്ട് ഇൻട്രസ്റ്റ് കൂടി വന്നു എന്ന് മാത്രം. ഞാനതൊക്കെ കണ്ടാണ് കേട്ടോ അമ്മയിൽ ആകൃഷ്ടവാനായതും. ഓരോന്ന് കണ്ട് കണ്ട് അതുപോലെ ഇങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും. പറയാൻ കാര്യമുണ്ടോ, എന്റെ കൂട്ടുകാർക്കുമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു പലർക്കും. ഞങ്ങൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ ഇതൊന്നും വലിയ തെറ്റല്ല, നോർമലാണ് എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലെത്തി. കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നത് ഒന്ന് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത ഉടലെടുത്തു തുടങ്ങി. പക്ഷെ ഇങ്ങനെ അത് മാത്രം അറിയില്ലായിരുന്നു. ഒരിക്കലും ഒരമ്മ സ്വന്തം മകന് വേണ്ടി തന്റെ നിശിത കവാടം തുറന്നു കൊടുക്കില്ല. ഇനി സത്യങ്ങൾ അമ്മയോട് വെളിപ്പെടുത്തിയാലോ? എന്നെ അമ്മ പഴയ പോലെ കാണുമോ? എന്നിൽ നിന്ന് അമ്മ അകൽച്ച പാലിക്കില്ലേ? എന്നെ വെറുക്കുമോ? എന്നാൽ ഈ ചിന്തകൾക്ക് വിപരീതമായി അമ്മയും ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? ഹോ, ഈ ലോകം അതുപോലെ അങ്ങനെ ഒരു പ്രണയം കണ്ടിട്ടേ ഉണ്ടാവില്ല. ഒരമ്മ സ്വന്തം മകന് വേണ്ടി തൃപ്തി അടയുക, ആലോചിക്കാൻ പോലും ആവാത്ത സുഖം. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞെങ്കിലും എന്റെ ഉള്ളിലെ അമ്മയോടുള്ള ഹരം തെല്ലും കുറഞ്ഞില്ല. എന്റെ പഠനത്തിലെ മികവെന്നെ സഹായിക്കാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ വക ഒരു കെട്ടിപ്പിടുത്തവും തലോടലുമൊക്കെ ഉണ്ട്. അതിൽ ഞാൻ തൃപ്തി അടയാൻ തുടങ്ങി. ആ കെട്ടിപ്പിടുത്തങ്ങൾ നന്നായി മുതലാക്കി ആസ്വദിച്ചു. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ നീക്കങ്ങൾ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോയി. വീട്ടിലുള്ളപ്പോൾ എപ്പോഴും അമ്മയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അടുത്തുകൂടാൻ തുടങ്ങി ഞാൻ. ആദ്യമൊക്കെ അമ്മ വഴക്ക് പറയുമായിരുന്നുവെങ്കിലും പിന്നീട് അമ്മയും അത് ലാഘവത്തോടെ എടുക്കാൻ തുടങ്ങി. ഓരോന്ന് കാണാൻ തോന്നുമ്പോഴേക്കും ഞാൻ രാത്രിയിൽ ഫോണ് തന്നെ എന്നെ രക്ഷിക്കാനായിട്ട് വരും. ഓരോന്നൊക്കെ ഫോണിൽ എടുത്തു വെക്കും. എന്നിട്ട് അത് നോക്കിയായിരിക്കും അന്നത്തെ പരിപാടികളൊക്കെ. ശരിക്കും ഇതിലൊക്കെ കുറ്റബോധമുണ്ടായിരുന്നെങ്കിലും അമ്മ എനിക്കൊന്ന് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അമ്മ ഒഴിച്ച് വേറൊരു പെണ്ണിലും ആകർഷണം തോന്നാത്ത രീതിയായി എന്റെ അവസ്ഥ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തു. എനിക്ക് അമ്മയോടുള്ളത് തുറന്നു പറയണം. ബലം പ്രയോഗിച്ച് നേടുന്നതിൽ അർത്ഥമില്ല. അമ്മയോട് പറയുക. അമ്മയുടെ താല്പര്യം എന്താണെന്നറിയണം. ഉള്ളിൽ നല്ല പേടിയുണ്ടേ. എന്നും വരട്ടെ എന്ന് കരുതി അമ്മയോട് പറയാം എന്നുള്ള തീരുമാനത്തിലെത്തി. സമയവും സാഹചര്യവും ഒത്തുവന്നപ്പോൾ അമ്മയോടുള്ള എന്റെ ഇഷ്ടം ഞാൻ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. എനിക്ക് അമ്മയെ വേണമെന്നും അമ്മ സമ്മതിച്ചാൽ എല്ലാം ചെയ്യാമെന്നുമൊക്കെ ഞാൻ പറഞ്ഞു. അമ്മ ഒന്നും പറയാതെ കേട്ടിരിക്കുകയായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ മറുപടി പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ വളരെ വലിയ തെറ്റാ മോനെ. നീ അമ്മയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഒരമ്മയും മകനും അങ്ങനെ ഒരിക്കലും ഒന്നിക്കേണ്ടവരല്ല. അത് പ്രകൃതിയിൽ ഇല്ലാത്തതാണ്. അമ്മയിൽ നിന്ന് ഒരടി പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് അമ്മ കാര്യഗൗരവത്തോടെ ഓരോന്ന് പറഞ്ഞു തന്നു. ഞാൻ മനസ്സിനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും എവിടെ, കഷ്ടപ്പാടെന്നല്ലാതെ കാര്യം നടന്നില്ല. അമ്മയും കണ്ടു എന്റെ ഓരോന്നൊക്കെ. അമ്മയ്ക്ക് മനസ്സിലായി എന്റെ യഥാർത്ഥ അവസ്ഥ എന്താന്ന്. എന്റെ പൗരുഷം അത്രയ്ക്കുണ്ടായിരുന്നു. അമ്മ ഇത് നോക്കിയേ, എനിക്ക് പറ്റുന്നില്ല അമ്മേ. അമ്മയെ എനിക്ക് വേണം. ഒരു സ്ത്രീയായും വേണം, ഒരമ്മയായും വേണം. അമ്മ ഒരേ ഒരു വട്ടം സമ്മതിച്ചാൽ മതി. ഇത് മറ്റൊരാൾ അറിയുമ്പോഴല്ലേ തെറ്റാവുന്നേ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തോടെ ചെയ്താൽ ഒരു തെറ്റുമില്ല. മൂന്നാമതൊരാൾ അറിയാതിരുന്നാ മതി. ആരും അറിയാതെ ഞാൻ നോക്കിക്കോളാം. നല്ല അമ്മയല്ലേ, ഒരു വട്ടം സമ്മതിക്ക്.
ഞാൻ കുറേ പറഞ്ഞു നോക്കി. അമ്മ അടുത്തില്ല. അമ്മേനെ പിന്തിരിപ്പിക്കാനും നോക്കി. ഞാനും അടുത്തില്ല. അങ്ങനെ ആ ചർച്ച അവിടെ അവസാനിച്ചു. എന്റെ ചെയ്തികൾ ഞാൻ വീണ്ടും തുടർന്നു. ഇനിയൊന്നും മറിക്കാനില്ല എന്ന കാര്യം എനിക്ക് കൂടുതൽ ധൈര്യമേകി. ഇത്രയും നാള് ഓരോന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ അടുത്ത തലത്തിലേക്ക് എത്തി. അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ അമ്മയെ ഒഴിഞ്ഞുപയോഗിച്ചു പോന്നു. അടുക്കളപ്പണിയെടുക്കുന്ന അമ്മയോട് ഓരോ ചുവയോടെ മറ്റാരും കേൾക്കാതെ സംസാരിച്ചു തുടങ്ങി. എന്നതായത്, വലിയ മത്തങ്ങയോ? എടാ കള്ള, നിന്നെ ഞാനിത് അടിച്ച് ശരിയാക്കും. കുറെ നാള് മുന്നേ വരെ ദേഷ്യപ്പെട്ട് എന്റെ നേരെ വന്നിരുന്ന അമ്മ ഇപ്പോ ചിരിച്ചുകൊണ്ടാ ഓരോന്നിനെ റെസ്പോണ്ട് ചെയ്യുന്നേ. ഞാൻ പോലും അറിയാതെ ഞാൻ എന്റെ അമ്മയെ വളച്ചെടുക്കുമായിരുന്നു. അമ്മ പോലും അറിയാതെ അമ്മ എനിക്ക് സമ്മതം മൂളുമായിരുന്നു. അമ്മയും എന്നോട് ഓരോന്ന് സംസാരിച്ച് തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അമ്മ എന്നോടായി ചിരിച്ചോണ്ട് പറയും, എന്റെ മോൻ നല്ലോണം ഭക്ഷണം കഴിക്കണം കേട്ടോ, ഭാവിയിൽ നല്ലോണം പണിയെടുക്കേണ്ടതല്ലേ. പിന്നെ പണിയെടുക്കുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ പണിയെടുക്കുന്നയാള് പെട്ടെന്ന് തളർന്നു പോകും. അപ്പൊ അതിനൊത്ത മറുപടി ഞാനും കൊടുക്കും, അങ്ങനെയൊന്നും തളർന്നു പോവില്ല, സംശയം ഉണ്ടെങ്കിൽ അമ്മ എന്നെ കൊണ്ടൊന്ന് പണിയെടുപ്പിച്ചു നോക്ക്, അപ്പ അറിയാലോ. എടാ കൊള്ളാലോ, തൽക്കാലം എന്റെ പൊന്നുമോനിപ്പോ ഭക്ഷണം കഴിക്കുക, വേറെ പണിയെടുക്കുന്നതിനെ പറ്റിയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ടാട്ടോ. എനിക്കങ്ങനെ മനസ്സിലായി അമ്മ വളഞ്ഞുവെന്ന്. പക്ഷെ അമ്മയ്ക്ക് പേടിയാ, ആരെങ്കിലും അറിയോ? ഏതെങ്കിലും ഒരു രാത്രി അമ്മയുടെ കൂടെ ഒന്നിച്ച് ചിലവഴിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ട്. അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്നും നടന്നില്ല. ഞങ്ങൾ നല്ല രീതിയിൽ അടുത്തു. പക്ഷെ ജീവിതമാണല്ലോ, അതിനോട് പൊരുത്തപ്പെട്ട് നമ്മൾ മുന്നോട്ടും പോകണല്ലോ. ഞാൻ ധൃതിയൊന്നും കാണിച്ചില്ല. കഷ്ടപ്പെട്ട മനസ്സിനെ അടുക്കി നിർത്തി. എന്നിട്ട് ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോട്ടേന്നും നല്ല അവസരം കിട്ടുന്നതുവരെ മറ്റ് മാറ്റങ്ങളൊന്നും വരുത്തണ്ടെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരുപാട് എക്സാമുകൾ എഴുതി. അങ്ങനെയാണ് ബാങ്കിലെ സ്റ്റാഫായി ജോലിക്ക് കയറുന്നത്. സ്റ്റാഫിൽ നിന്ന് മാനേജർ പദവിയിലേക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രതയൊക്കെ ആയപ്പോ അമ്മയുടെ ഇഷ്ടപ്രകാരം തന്നെ ഒരു വിവാഹവും കഴിച്ചു. അമ്മ തന്നെയാ മുൻകൈ എടുത്തേ എന്റെ കല്യാണം നടത്താൻ. സന്തോഷകരമായി ജീവിതം മുമ്പോട്ട് പോയി. എന്നാലും അമ്മ എന്ന ആ എന്റെ തേൻകനിയെ ഞാൻ മറന്നില്ല. ഞാനും അമ്മയും പഴയതുപോലെ ആരും കാണാതെ തൊട്ടും തലോടിയും ഓരോ ചുവയോടെ സംസാരിച്ചു പോന്നു. വൈകിട്ട് 9 മണിയായപ്പോൾ ആരതി എന്നെ വിളിച്ചു. ഉത്സവം അടിപൊളിയാണെന്നും വരുന്നോ എന്നും ചോദിച്ചു. ഞാൻ അടുത്ത ദിവസമേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അർദ്ധരാത്രിക്കാ ബാലെ തുടങ്ങുന്നേ. വെളുപ്പിന്റെ 4 മണിയെങ്കിലും ആവും കഴിയാൻ. അതുവരെ വീട്ടിൽ ഞാനും അമ്മയും മാത്രം. ഓർത്തപ്പോഴേക്കും എനിക്ക് കുളിര് കോരി. പക്ഷെ അമ്മ സമ്മതിച്ചാൽ മാത്രം എന്തെങ്കിലും നടക്കൂ. ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്ന പണികളെല്ലാം ചെയ്തു തീർത്ത് അമ്മയും ഞാനും ഭക്ഷണം കഴിച്ചു. ഓരോ കുശലാന്വേഷണങ്ങൾ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. രാത്രി 11:30 മണിയായി. കിടക്കാനുള്ള സമയം. എന്റെ ഉള്ളിൽ പെരുമ്പറം മുഴങ്ങി തുടങ്ങി. അമ്മ അടുക്കളയിൽ പാത്രങ്ങളും മറ്റുമൊക്കെ കഴുകി പെറുക്കി വെക്കുന്ന പണിയില്ല. തീരാറായെന്ന് തോന്നുന്നു. ഞാൻ മേലെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നു. അമ്മയ്ക്ക് എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നെന്നുള്ള പോലെ. എന്റെ പൊന്നുമോന് വല്ലാത്ത സ്നേഹാണല്ലോ ഇന്ന് അമ്മയോട്. അമ്മയോട് എന്നും എനിക്ക് സ്നേഹം മാത്രല്ലേ ഉള്ളൂ. ഇന്ന് കുറച്ച് സ്നേഹം കൂടുതലുള്ളതുപോലെ. അപ്പോഴേക്കും എനിക്ക് ചിരി വന്നു. കള്ളിയെല്ലാം കണ്ടുപിടിച്ചു. അതമ്മേ, ഇന്ന് നമ്മൾ രണ്ടും മാത്രല്ലേ ഇവിടെയുള്ളൂ. അമ്മ ഇന്നെന്റെ റൂമിൽ വന്ന് കിടക്കാമോ? ഓ അതായിരുന്നോ. അമ്മ കിടക്കാലോ. ഇപ്പൊ വരാട്ടോ, മോൻ റൂമിലേക്ക് പൊയ്ക്കോ. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടിയില്ലെന്നേ ഉള്ളൂ. ഞാൻ മുറിയിൽ അക്ഷമനായി കാത്തിരുന്നു. ഇതിനു മുന്നേ ഞാനിങ്ങനെ എന്റെ ആദ്യരാത്രിക്ക് പോലും കാത്തിരുന്നിട്ടില്ല. അടുക്കളയില് ഹാളിലെയുമൊക്കെ ലൈറ്റ് അണയുന്നത് ഞാൻ കണ്ടു. ഒരു ജഗ് വെള്ളവുമായി അമ്മ മന്ദം മന്ദം എന്റെ റൂമിലേക്ക് വരുക. ടേബിളിൽ ജഗ് വെച്ച് തിരിഞ്ഞ മുറിയുടെ വാതിൽ അമ്മ കുറ്റിയിട്ടു. ടേബിൾ ലാമ്പ് മാത്രം ഓണാക്കി വെച്ച് മുറിയിലെ ലൈറ്റ് മണച്ച് അമ്മ എന്റെ അടുത്ത് വന്ന് കിടന്നു. എന്നെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? ഈ ഒരു വട്ടം മാത്രം മതി.
അമ്മ ഒന്ന് സമ്മതിക്കോ? വേറെ ആരും അറിയില്ല, ആരും ഇവിടെ ഇല്ലല്ലോ. ശ്രദ്ധിച്ചെല്ലാം ഞാൻ നോക്കിക്കോളാം. അമ്മ സമ്മതിച്ചാ മാത്രം മതി. എന്ത്? നീ ഇതെന്തൊക്കെയായി പറയുന്നേ? അമ്മ ഒന്നും അറിയാത്ത മട്ടിൽ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. അമ്മ മറന്നുപോയോ പണ്ട് അമ്മയോട് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞിരുന്നത്? എത്ര കൊല്ലമായി ഞാൻ കാത്തിരിക്കുന്നറിയാമോ അമ്മയ്ക്ക് വേണ്ടി? ഒന്ന് സമ്മതിക്കമ്മേ, പ്ലീസ്. അമ്മേ. എടക്കള്ള, നീ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുവാണോ? ഇപ്പോഴും മനസ്സിലെന്നോ? അത് മാത്രം എന്റെ മനസ്സിലുള്ളൂ അമ്മേ. മോനെ, നീ ആരതിയായി നിന്റെ മോളെയും നല്ലോണം സ്നേഹിക്കണം. അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കണം. ആരതി നല്ല കുട്ടിയാ മോനെ, അവളെ നീ വഞ്ചിക്കരുത്. നമുക്കിതൊന്നും വേണ്ട മോനെ, ഇത് ശരിയല്ല. മോന്റെ എല്ലാ കുസൃതികൾക്കും അമ്മ കൂട്ടു നിൽക്കാറില്ലേ? അതുപോലെയാണോ ഇത്? ഈ തെറ്റ് നമ്മൾ ചെയ്താൽ ഇതിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല. എനിക്കറിയാം അമ്മേ, എനിക്ക് ആരതിയും വേണം അമ്മയും വേണം. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അമ്മയോട് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിപ്പോയി അമ്മേ. അത് എന്റെ ഉള്ളിൽ കിടന്ന് ആളിക്കത്തുന്നതല്ലാതെ കെട്ടടങ്ങുന്നില്ല. അമ്മയ്ക്കറിയാമോ, അമ്മയായിരുന്നു എന്റെ ആദ്യ പ്രണയം. അത് കഴിഞ്ഞ ആരതി വരുന്നേ. ഇനിയും കാത്തു നിൽക്കാൻ എനിക്കാവില്ല. ഇത് നമ്മുടെ ഇടയിൽ മാത്രമേ തങ്ങി നിൽക്കൂ. വേറൊരു ചെവി ഇത് അറിയില്ല. ഇത് അമ്മയുടെ ആദി അമ്മയ്ക്ക് തരുന്ന വാക്കാ. എന്റെ അമ്മയൊന്ന് സമ്മതിക്കാമോ? അമ്മ എന്നെ നോക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. അമ്മയുടെ മനസ്സിൽ ചെറിയ ചാഞ്ചാട്ടം വരുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അമ്മേ, ഒന്നെന്റെ മുഖത്തേക്ക് നോക്ക്. അമ്മ എന്നെ നോക്കി. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, ആരതിക്ക് മുന്നേ അമ്മയായിരുന്നു എന്റെ പ്രണയം. അമ്മ ഇനിയും സമ്മതിച്ചില്ലെങ്കിൽ മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്ന ഈ ആഗ്രഹം ഒരിക്കലും സാക്ഷാത്കരിക്കാതെ ഞാനൊരു മുഴുഭ്രാന്തനായി പോവും. അമ്മയ്ക്കത് കാണണോ? എന്റെ ആഗ്രഹം അത്ര തീവ്രമാണ്. ഇതൊരു തമാശയല്ല, അല്ലെങ്കിൽ ബാലിശമായിട്ടുള്ളൊരു വികാരത്തിന്റെ പുറത്ത് ഞാൻ പറയുന്നതും അല്ല. എന്റെ അമ്മയുടെ ഇഷ്ടമാണ് ഇനിയല്ല, അമ്മയ്ക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും നിർബന്ധപൂർവം പിടിച്ചു പറിച്ചൊന്നും നേടില്ല. അമ്മയും പ്രണയത്തോടെ എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. ഇനി ഇതിനെപ്പറ്റി ഞാൻ അമ്മയോട് സംസാരിക്കില്ല. ഇതും പറഞ്ഞ് ഞാൻ ബെഡിലേക്ക് തിരിഞ്ഞു കടന്നു. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കുടുകുട ഒഴുകുന്നുണ്ടായിരുന്നു. കാരണം അത്രയധികം എന്റെ ഹൃദയത്തിന് മുറിവേറ്റു. അമ്മ ഇതൊക്കെ സമ്മതിക്കുമെന്നായിരുന്നു ഞാൻ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നത്. കാരണം അമ്മയോടുള്ള എന്റെ സ്നേഹം അത്രയ്ക്ക് വലുതാ. എന്റെ പരമാവധി ഞാനത് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അമ്മയ്ക്ക് മനസ്സിലാവില്ലെന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടം വന്നുപോയി. പിറകിൽ നിന്ന് അമ്മയുടെ എങ്ങളടിയും എനിക്കിപ്പോ കേൾക്കാം. പാവം കരയുവാണല്ലോ. എനിക്ക് വിഷമമായി. എങ്കിലും അല്പം വാശിയെടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കേൾക്കാത്ത മട്ടിൽ ഞാൻ അനങ്ങാതെ കിടന്നു. പക്ഷേ എന്റെ കരച്ചിലിന്റെ ശബ്ദം കൂടി അല്പം പൊങ്ങിക്കേട്ടുപോയി. മോനു, നീ കരയാണോ? അയ്യോ ആദി, എന്താടാ? അമ്മ എന്നെ തിരിച്ചു കിടത്തി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോനിങ്ങ് വന്നേ. അമ്മ എന്നെ ചേർത്ത് പിടിച്ചു, ഒരു കുഞ്ഞു കുട്ടിയെ പോലെ. അമ്മ എന്നെ ഗാഢമായി കെട്ടിപ്പിടിച്ചു. ആദ്യം അമ്മ എന്നെ ആശ്വസിപ്പിക്കുന്ന കെട്ടിപ്പിടിക്കലായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. എന്നാൽ പോകെ പോകെ ആ കെട്ടിപ്പിടിക്കലിൽ എന്തൊക്കെയോ വ്യത്യാസമുള്ളതുപോലെ. അമ്മ പതിവിൽ കൂടുതലായി അമർത്തുന്നു. എന്തൊക്കെയോ പുലമ്പുന്ന പോലെ. സംസാരത്തിൽ മാത്രല്ല, അമ്മയുടെ ശ്വാസോച്ഛ്വാസത്തിൽ വരെ മാറ്റം. ഇതൊക്കെ എനിക്കൊരു പോസിറ്റീവ് സൈൻ ആണോ? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇനി കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇതമ്മ എന്നെ ക്ഷണിക്കുന്നതാണെങ്കിലോ? ഞാൻ അമ്മയെ ചേർത്ത് പിടിച്ചു. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അമ്മയെ ഞാൻ ചുംബിച്ചു. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചുംബനമായിരുന്നു എനിക്കും കിട്ടിയിരുന്നത്. അതെ, ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച ആ മുഹൂർത്തം ദാ വന്നു. എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രണയം കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ പറ എന്ത് സന്തോഷം വേണോ എനിക്ക്? അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അമ്മയിലേക്ക് അങ്ങ് പടർന്നു കയറി. തിരിച്ച് യാതൊരുവിധ മടിയുമില്ലാതെ എന്റെ അമ്മയും എന്നോടൊപ്പം.
ഏതാണ്ട് 1.5 മണിക്കൂറോളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് യാതൊരു അർത്ഥവുമില്ല, ഒരു പിടിയുമില്ല. എന്റെ അമ്മ ചില്ലറക്കാരിയല്ലെന്നും കാര്യത്തോടെടുക്കുമ്പോ ഞാനൊക്കെ വെറും ശിശുവാണെന്നും എനിക്ക് മനസ്സിലായി. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നില്ലേ പുള്ളിക്കാരി. അമ്മ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഏതാണ്ട് സമയം ഒരുപാടായപ്പോ അമ്മ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, മോനു, ഇനി എന്തിനാ വൈകിക്കുന്നേ? ഏതായാലും ഇത്രയുമൊക്കെ ആയില്ലേ, തുടങ്ങാമെന്ന്. പിന്നെ പറയാനുണ്ടോ, കൊട്ടും പാട്ടും മേളവും തന്നെ ആയിരുന്നു അന്ന്. പുറത്ത് ഉത്സവം വെടിക്കെട്ട് നടക്കുമ്പോ ഇവിടെ ഞാനും അമ്മയും മുറിയിൽ നന്നായി തന്നെ ആഘോഷിച്ചു. എന്റെ കിടപ്പ് മുറിയിൽ, എന്റെ സ്വന്തം ബെഡിൽ എന്റെ അമ്മ എനിക്ക് വേണ്ടി. ജീവിതത്തില് ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു മുഹൂർത്തമുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ്. അമ്മയുമൊത്തുള്ള എന്റെ ആദ്യത്തെ അനുഭവം ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. എന്റെ അമ്മയെ ശരിക്കും പറഞ്ഞാൽ സ്വർഗം കാണിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എന്നെ കൊണ്ടാവുന്നതിന്റെ പരമാവധി അമ്മയെ ഞാൻ ഹാപ്പി ആക്കിയിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞ് അത്രയും സംതൃപ്തിയോടെയാണ് അമ്മ എന്റെ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നത്. പോകാൻ നേരമുണ്ടായിരുന്ന അമ്മയുടെ മുഖത്തെ ആ നോട്ടം തന്നെ മതിയല്ലോ, ഞാനങ്ങ് സ്വർഗത്തിലെത്തിയ പോലെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് തളർന്നു കിടക്കുന്ന എന്റെ അടുത്ത് അമ്മ വന്ന് പറഞ്ഞു, കള്ള, ഇനി ഇത് സ്ഥിരമാക്കുമോ? വേണ്ട കേട്ടോ എന്നൊക്കെ നിന്നോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം ഞാനങ്ങ് മാറ്റിവെച്ചു. ചിലപ്പോ ഇത് നമുക്ക് സ്ഥിരാക്കേണ്ടി വരും കേട്ടോടാ. അമ്മ ഇങ്ങനെ പറയുമ്പോ അമ്മയുടെ മുഖത്തുണ്ടായിരുന്ന നാണം എന്നെ മറ്റേതോ ലോകത്തേക്ക് കൊണ്ടുപോയി. ഇനി എന്റെ അമ്മ എന്റെ മാത്രം സ്വന്തമാ. അമ്മയെ എനിക്ക് കൂടുതൽ കൂടുതൽ അടുത്തറിയാനിരിക്കുന്നതേ ഉള്ളൂ ഞാൻ. കൊതിയോടെ അടുത്ത പ്രാവശ്യം അമ്മയുമായിട്ട് സംഗമിക്കുന്ന നിമിഷത്തേക്ക് കാത്തിരുന്നു കൊണ്ട് ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമന്റ് ഇടാൻ മറക്കല്ലേട്ടോ, ലൈക്കും ചെയ്യണം. അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് വീണ്ടും വരാമേ. ബൈ ബൈ ഡിയേഴ്സ്.